തിരുവനന്തപുരം വെള്ളറടയിൽ ബൈക്ക് യാത്രികരായ സഹോദരങ്ങളെ റോഡിൽ തടയാൻ ശ്രമിച്ച ശേഷം ചൂരൽ കൊണ്ട് അടിച്ച സംഭവം പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. വെള്ളറട സ്റ്റേഷനിലെ മഫ്തിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരാണ് മർദ്ദിച്ചതെന്നായിരുന്നു ആരോപണം. അത് ശരിവെക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ലാത്തി കൊണ്ട് അടിച്ചതിനെ ന്യായീകരിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ സമൂഹ മാധ്യമത്തിലൂടെ രംഗത്തെത്തി. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കിൽ അമിത വേഗത്തിലെത്തിയവർ നിർത്താതെ അസഭ്യം പറഞ്ഞു പോയെന്നും ആ സമയം അബദ്ധത്തിൽ ലാത്തി ശരീരത്തിൽ കൊള്ളുകയായിരുന്നുവെന്നാണ് വിശദീകരണം. ഇത്തരം അവസരങ്ങളിൽ ഇനിയും ഇങ്ങനെ തന്നെ ചെയ്യാനാണ് ഉദ്ദേശമെന്നും FB പോസ്റ്റിൽ പോലീസുകാരൻ വെല്ലുവിളിക്കുന്നുണ്ട്. ശനിയാഴ്ച രാത്രി കാട്ടാക്കടയിലെ തിയേറ്ററിൽ സിനിമ കണ്ടു മടങ്ങുകയായിരുന്ന അമ്പൂരി തൊടിയക്കോണം സ്വദേശി സജുവിനും സഹോദരൻ അനിലിനുമാണ് മർദ്ദനമേറ്റത്. രാത്രി 1:30 ഇവർ വെള്ളറട ജംഗ്ഷനിലെത്തിയപ്പോൾ റോഡിൽ സാധാരണ വേഷത്തിൽ നിന്നവർ ബൈക്കിന് മുന്നിലേക്ക് പാഞ്ഞെത്തി നിർത്താൻ ആവശ്യപ്പെട്ടു. തുടർന്ന് വടികൊണ്ട് ആഞ്ഞടിക്കുകയായിരുന്നു. ബൈക്ക് ഓടിക്കുകയായിരുന്ന സജുവിന്റെ മുതുകിലും കൈയിലും അടിയേറ്റു. ബൈക്ക് നിയന്ത്രണം വിട്ട് സമീപത്തെ പോസ്റ്റിൽ ഇടിക്കാൻ പോകുന്നതും CCTV ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SP ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് യുവാക്കൾ പരാതി നൽകുകയും ചെയ്തു. അതേസമയം സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് M. അനിൽകുമാർ എന്ന പോലീസുകാരന്റെ FB പോസ്റ്റ്. രാത്രി പെട്രോളിങ്ങിനിടെ അമിത വേഗതയിൽ വന്ന ബൈക്ക് ആവശ്യപ്പെട്ടിട്ടും നിർത്തിയില്ല. മുമ്പിലോ പുറകിലോ നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു. എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്ത് വരുന്നവരാണോ എന്നറിയില്ല. തടയാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ ലാത്തി ശരീരത്തിൽ കൊള്ളുകയായിരുന്നെന്നും പറയുന്ന ഇയാൾ ഇനിയും ഇത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കാനാണ് ഉദ്ദേശമെന്നും പറയുന്നുണ്ട്. അതേസമയം നീളമുള്ള കമ്പുകൊണ്ട് ആഞ്ഞടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പോലീസ് ജീപ്പോ യൂണിഫോമോ ഒന്നുമില്ലാതെ തടയാൻ ശ്രമിച്ചവർ അക്രമികളായിരിക്കുമെന്ന് ധരിച്ചാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്നാണ് ബൈക്ക് യാത്രക്കാർ വിശദീകരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയതായാണ് സൂചന. News 18 നെയ്യാറ്റിൻകര.